അടുത്തിടെ നമ്മുടെയൊക്കെ ഹോം സ്റ്റേകളിൽ വരുന്ന ചില ഗസ്റ്റുകളുടെ ബിഹേവിയേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഉപകാരപ്പെടും ആർക്കാണെന്നറിയാവോ? ഈ ഹോം സ്റ്റേ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടി. നമ്മുടെ ഈ ഒരു ചാനലിൽ അവർക്ക് വേണ്ടി തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ലൈസൻസ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ഇപ്പോൾ വരുന്ന ഗസ്റ്റുകളുടെ ഈ ബിഹേവിയർ, ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അടുത്ത ഗസ്റ്റിനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരം പ്രോപ്പർട്ടീസിൽ വരുന്ന ഗസ്റ്റുകളുടെ ബിഹേവിയേഴ്സാണ് പറയുന്നത്. ഒരുപാടൊന്നും പറയുന്നില്ല, ഒന്ന് രണ്ടെണ്ണം. അതുകൊണ്ട് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഗസ്റ്റുകൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിക്കുന്ന കഥകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം ചില ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് അവരുടെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നൈസായിട്ട് മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ആ വെള്ളത്തിൽ അപ്പം കിടക്കണതുകൊണ്ട് കുഴപ്പമില്ല. പിറ്റേ ദിവസം വരുന്ന ഗസ്റ്റിന് അത് അഫക്ട് ചെയ്യില്ല. കാരണം അത് പിറ്റേ ദിവസം അത് ഫിൽറ്റർ ചെയ്തിട്ടും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ മാത്രമാണ് മറ്റൊരു ഗസ്റ്റിന് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ഇത് വരത്തില്ല. എന്നാൽ ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. അതായത് ബെഡിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോകുന്ന ചില ടീംസ് ഉണ്ട്. അതായത് നമ്മൾ ഹോം സ്റ്റേ എടുത്തിട്ട് ബെഡിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോകുന്ന അഭ്യസ്ത വിദ്യരായ ആൾക്കാർ, നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ ചെയ്തിട്ട് പോകുന്ന പരിപാടികളുണ്ട്. ഇപ്പം നമുക്കൊരു 1.5 മാസം മുമ്പ് നമ്മുടെ മൂന്നാറിലുള്ള പ്രോപ്പർട്ടിയിൽ സംഭവിച്ചൊരു കാര്യമാണ്. ചെറുപ്പക്കാരെന്ന് വെച്ചാൽ തീരെ ചെറുപ്പമല്ല, ഒരു 25 വയസ്സിന് മേളിലായിട്ട് ഒരു 30-35 വയസ്സ് വരെയുള്ള കുറച്ച് ആൾക്കാർ. അവർ വന്നു, ആഘോഷിച്ചു, പരിപാടി ഇത് ചെയ്തു, എല്ലാം ചെയ്തു. ഇവർ എന്താ ചെയ്ത് വെച്ചിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബെഡിൽ, ഒരു റൂമിലൊരു ബെഡിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോയി. അത് മനഃപൂർവ്വം ചെയ്താണോ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്നൊന്നും അറിയത്തില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം യാതൊരുവിധ കംപ്ലൈൻറ്റും അവർക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവരായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഒരു കെയർടേക്കറായിട്ട് ഒരു കാര്യത്തിനും ഒരു ഏണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. വളരെ നീറ്റ് ആൻഡ് ഇതായിട്ട് തന്നെയാണ് അവർ ഇത് ചെയ്തത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ പോണ വഴിക്കാന്മാർ ഈ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ട് പോയി. സാധാരണ നമ്മൾ കുഞ്ഞിലെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കിടന്ന് ചിലപ്പോൾ മൂത്രം വെച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ ഓർമ്മയില്ലാത്ത കാലത്ത്. അതിനുശേഷം നമ്മൾ അങ്ങനെ ഒരു മാന്യമല്ലാത്തൊരു പരിപാടി നമ്മൾ ചെയ്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബാത്റൂമിൽ പോയിട്ട് ചെയ്യും, അതല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും പറമ്പിലൊക്കെ പോയിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. പക്ഷെ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ കെയർടേക്കർ ഈ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു നോട്ടം നോക്കത്തുള്ളൂ. അതായത് എന്തെങ്കിലും പ്ലേറ്റ് പൊട്ടിച്ചിട്ടുണ്ടോ, പാത്രം പൊട്ടിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുള്ളൂ. ഇങ്ങനെ ബെഡ് പോയിട്ട് മണത്ത് നോക്കാനൊന്നും പുള്ളിക്ക് പറ്റത്തില്ലല്ലോ. അതുമല്ല, ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഇതിന് മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു ഉദ്ദേശം ഇങ്ങനെ ചിന്തിക്കുന്നുമില്ല. പക്ഷേ പിന്നീട് ഒരു ഗസ്റ്റിന് വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ ബെഡ് ഭയങ്കര മണവും കാര്യങ്ങളൊക്കെ വരുന്നു, ഈ ഒരു രക്ഷയില്ലാത്ത ഇത് വരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ബെഡ് എടുത്ത് കത്തിച്ച് കളയുക മാത്രമാണ് ഓപ്ഷനുള്ളൂ. പക്ഷെ അങ്ങനെ ചുമ്മാ കത്തിച്ച് കളഞ്ഞ് നമ്മുടെ കുറച്ച് പൈസ പോയി വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ ചെറിയ എമൗണ്ടിനൊക്കെ ചില ബുക്കിംഗ് എടുക്കുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ അവരെ വിളിച്ചു അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്, അല്ലാതെ വേറെ ഗസ്റ്റ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിനുള്ള നഷ്ടപരിഹാരം തന്നെ ആ ബെഡ് ഞങ്ങൾക്ക് മേടിച്ചു തന്നെന്ന് പറഞ്ഞു. അവസാനം അവർ അതിൻ്റെ പൈസയൊക്കെ അവർ തന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും വന്നില്ല, ഒരു കലിപ്പിനുള്ള ഒരു ഇതും വന്നിട്ടില്ല, പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വെള്ളം അടിച്ച് കുറച്ച് ഓവറായിപ്പോയി, അതിനിടെ ആർക്കോ സംഭവിച്ചു പോയതാണ്, ഇനി അതൊന്നും ഇതാക്കരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ കാര്യം, ഫാമിലിയുടെ കാര്യം ഉടനെ പറയാം. ബാച്ചിലേഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് വരുമ്പോൾ അവരുടെ കൂടെ മദ്യം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ നമുക്ക് മദ്യം കഴിക്കരുതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ പ്രൈവറ്റായിട്ട് എടുക്കുന്ന കോട്ടേജാണ്, അവർക്ക് അതിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ ഇതല്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് വളരെ മാന്യമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് ഈ പ്രോപ്പർട്ടി ഓണേഴ്സ് അവരോട്, അല്ലെങ്കിൽ കെയർടേക്കർ അവരോട് പ്രോപ്പറായിട്ട് പറഞ്ഞ് വേണം ബുക്കിംഗ് ബാച്ചിലേഴ്സിൻ്റെ എടുക്കാൻ. ഇനി വേറൊരു കൂട്ടരുണ്ട്. അത് ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക ജില്ലയിൽ നിന്നും വരുന്ന ആൾക്കാർ. ആ ജില്ലയുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ആ ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു കുഴപ്പമാണ്. ചെറുപ്പക്കാർ പിള്ളേരാണ്, ഫാമിലി ആയാലും അവർ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് രാത്രി 12 മണിക്ക് ശേഷം കിടന്ന് കൂവണം. നല്ല കുറുക്കന്മാർ കൂണേക്കാളും ഉച്ചത്തിൽ കിടന്ന് കൂവണം. അപ്പോൾ നമുക്ക് ഈ മൂവാറൊക്കെ എന്ന് വെച്ചാൽ ഈ മിക്ക കോട്ടേജ്, ഇപ്പം നമ്മുടെയൊക്കെ കോട്ടേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒതുങ്ങി എടുത്ത് ഇരിക്കുന്നതാണ്. പക്ഷേ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഇത് ഇരിക്കണേ. അപ്പോൾ ഇത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്നാലും ഇവർ രാത്രി 12 മണിക്ക് കിടന്നൊക്കെ ഈ കൂവലും പറക്കലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാട് മുഴുവൻ ഈ സാധനം എത്തും. മുകളിൽ നിന്നൊരു കൂവക്കം വന്നു കഴിഞ്ഞാൽ അങ്ങ് അടിവാരം വരെ ഈ സൗണ്ട് പോകും. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം 10 മണിക്ക് ശേഷം നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ വെപ്പിക്കില്ല. പിന്നെ റൂമിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നുള്ള ഇതിൽ പറയും. പക്ഷേ ഈ ചില ആളുകൾ രാത്രി 12 മണി എന്ത് നിയന്ത്രണം വെച്ചാലും ഈ ഇത് കഴിഞ്ഞിട്ട് ചുമ്മാ കൂവക്ക. അത് ഞാൻ ഇത് പറയുന്ന ബാച്ചിലേഴ്സ് പിള്ളേരെ മാത്രമല്ല കേട്ടോ, ഫാമിലി വരുന്ന ഇതിലുണ്ട്. ആ ഒരു പ്രത്യേക ജില്ലയിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഇതുള്ളൂ, ഭയങ്കര കൂവക്കം. അതുകൊണ്ട് തന്നെ അവർ അത്രയും ഗസ്റ്റുകളെ ജില്ല നോക്കി ചോദിച്ചിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനും കർശനമായ കാര്യങ്ങൾ പറയണം. 10 മണിയെങ്കിൽ 10 മണിക്കുള്ള ശേഷം സൗണ്ട് വെക്കണ പരിപാടി പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു വെക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഓണേഴ്സ് അല്ലെങ്കിൽ ഇത് ലീസിനെടുത്ത് നടത്തുന്നവർ ഇതൊക്കെ ഒന്ന് മൈൻഡ് വെക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഏണിങ്ങളാണ് വരുന്നത്.
അടുത്തൊരു കൂട്ടരുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് വാഗമണിൽ വന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അതൊരു ഫാമിലിക്ക് വേണ്ടി ഞാൻ റൂം കൊടുത്തത്. ഫാമിലിക്ക് മാത്രം കൊടുക്കുന്ന കോട്ടേജാണ്. ഫാമിലിക്ക് വേണ്ടി ഒരു ഇത് 15 പേരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. അഡ്വാൻസും കാര്യങ്ങളൊക്കെ വന്നു. അവർ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 8 മണി വരെ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ കോട്ടേജ് അവർ യൂസ് ചെയ്തു. കിച്ചൺ യൂസ് ചെയ്തു, എല്ലാ സാധനവും യൂസ് ചെയ്തു, ബാത്റൂമും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും വിഷയമുണ്ടോ, ഒരു കുഴപ്പമില്ല എന്നാൽ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ ഇവന്മാർ കൊണ്ടുവന്ന് വരുന്ന മദ്യം അടിച്ചടിച്ച് 2-3 പേരെ കിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും ബഹളവും ആയത്. തെറിയും ബഹളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട്, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് കേട്ടേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കുറച്ചങ്ങ് ലിമിറ്റ് വിട്ട് പോയിട്ട് ഇതിനുള്ളിൽ കിടക്കുന്ന ഈ മേശയുടെ പുറത്തും മറ്റ് ഇതിലേട്ടും കയറി ഡാമേജ് വരുത്തി തുടങ്ങി. അത് പൊട്ടിക്കാനുള്ള ഇതും അത് അവർ തമ്മിലുള്ള ഇഷ്യൂവിൽ തന്നെയാണ്. അപ്പോൾ കേട്ടേക്കർ ഇടപെട്ടു. ഇത് പറ്റൂല, നടപടി ആവില്ല എന്ന് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരത് കുറച്ച് ഇഷ്യൂ ആക്കി അവർ ഇറങ്ങിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എനിക്ക് അതിനകത്ത് കിട്ടിയത് അഡ്വാൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എമൗണ്ട് അവർ തരൂല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കാരണം കേട്ടേക്കർ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിട്ട് കേട്ടേക്കർ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആക്കാനും എനിക്ക് കിടന്ന് ഏണി വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങളത് നൈസായിട്ട് വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ അവിടെ നിന്ന് പോയി വേറൊരു കോട്ടേജ് എടുത്തു. ഞാൻ ഓർത്ത ആ സംഭവം അതോടുകൂടി തീർന്നു എന്ന് ഓർത്തു. പക്ഷേ അത് തീർന്നിട്ടില്ല. ഇവന്മാരെ എൻ്റെ കാശ് പോയി. ആകെ കിട്ടിയ അഡ്വാൻസ് എമൗണ്ട് ഉള്ളൂ. അഡ്വാൻസ് എമൗണ്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിലായിട്ട് വേണ്ടി വെച്ചു. അത് ഞാൻ തിരിച്ചു കൊടുക്കാനും പോയിട്ടില്ല. അപ്പോൾ ഇവർ പിറ്റേ ദിവസം പോയി അവർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പണി തുടങ്ങി. ഇപ്പോൾ എല്ലാ ട്രെൻഡിങ്ങിലുള്ള സാധനമാണല്ലോ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. എന്നെ തന്നെ പലരും വിളിച്ചിട്ട് പറയാറുണ്ട് ഗൂഗിൾ മൈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിനുള്ള ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട്. ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇവന്മാർ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഈ വന്ന ആളുകളിൽ ഒരു 6-7 പേര് ഇരുന്ന് റിവ്യൂ എഴുതുവാണ്. ഈ പ്രോപ്പർട്ടി കൊള്ളൂല, ഞങ്ങൾ ഫേക്കാണ്, പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, കെയർടേക്കർ റൂഡാണ്, ഇതാണ് മറ്റതാണ് മറിച്ചാണ്. അതായത് ഒരാൾ പുതിയൊരു ഗസ്റ്റ് വന്നിട്ട് റിവ്യൂ നോക്കുകയാണെങ്കിൽ ജന്മത്തിന് ആ പ്രോപ്പർട്ടി എടുക്കില്ലാത്ത രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളമടിച്ച് ഏണിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു, തെറി ബഹളം പരിപാടി. അതിനുശേഷം വന്ന് ഈ സാധനം അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കെയർടേക്കർ ഇടപെട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല. പക്ഷേ ഇതിങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ അവർ ഇറങ്ങിപ്പോയതാണ്. അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്, പൈസ തരാതെ ഇറങ്ങിപ്പോയതാണ്. എന്നിട്ട് അവർ പോയിട്ട് റിവ്യൂ എഴുതുന്നത് നമ്മൾ തെറ്റുകാരാണ്, നമ്മൾ കാരനാണ് പോയത്, ഈ ഇങ്ങോട്ട് ആരും പോലെ എന്ന് പറഞ്ഞു പോവുകയാണ്. എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പൈസ പോയി. രണ്ടാമത്തെ കാര്യം, ഗൂഗിൾ റിവ്യൂവിൽ 4.7, അതായത് ഏകദേശം ഒരു 100-300 ഗ്രൂപ്പ് ഗസ്റ്റുകൾക്ക് ശേഷം റിവ്യൂ, അവരുടെ റിവ്യൂവിൽ 4.7 കിടന്നിരുന്ന സ്ഥാനത്ത് ഇപ്പം എനിക്ക് 4.0 ആണ് ഇപ്പോഴത്തെ എൻ്റെ ലെവൽ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് താന്നുപോയി. അതുമല്ല, ഒരു ഫാമിലി ഗസ്റ്റ് ഒന്നും അത് കയറാൻ ഭയങ്കര പാടാണ്. ഞാൻ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ഫാമിലി പോകാൻ സാധ്യതയുള്ള കമൻറ്റുകളുണ്ട്. അതല്ലാത്തതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തു, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ് ഒക്കെ എല്ലാ കോട്ടേജുകാരൊക്കെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തും പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഗസ്റ്റ് പോകുന്നതിന് മുമ്പ് അവരെ കൊണ്ട് എന്തെങ്കിലും എഴുതണം, റിവ്യൂ ഇതിൽ എഴുതിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം. കാരണം നാളെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കണം. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് പറയണം. അത് പ്രോപ്പർട്ടി ഓണേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ രസകരമായ ഒരുപാട് ഇൻസിഡൻസ് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞത് എല്ലാ ഗസ്റ്റുകളെ കുറിച്ചല്ല കേട്ടോ. ബഹുഭൂരിപക്ഷം ഗസ്റ്റുകളും നല്ല രീതിയിൽ വന്നിട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. ഈ കുറേ വേറെ ഏണി വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ഗസ്റ്റ് ആയാലും കുറേ കൊള്ളാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഇതാണ്. അപ്പം ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പ്രോപ്പർട്ടി ഓണേഴ്സ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന ആളുകളും ഓൾറെഡി നടത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നിങ്ങളുടെ കട്ടിലൊക്കെ വേണമെങ്കിൽ ഇരുമ്പ് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. നല്ല അടിപൊളിയായിട്ട് ഇരുമ്പ് അടിച്ച് ബോക്സ് അടിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. കാരണം ഇപ്പോൾ വന്ന എല്ലാ ഗസ്റ്റിനും എടുത്തൊരു ചാട്ടമുണ്ട് ഈ ബെഡിലേക്ക്. അത് 1.5 ചാട്ടാണ്. ഇപ്പോൾ ചാടുന്ന സമയത്തെങ്ങാനും കട്ടിൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബെഡിലേക്കാവും. ഗൂഗിൾ റിവ്യൂവിൽ നാളെ ഫോട്ടോ സഹിതം വരും. പക്ഷേ അത് അവർ ചാടിയതുകൊണ്ടാണെന്ന് ഒരിക്കലും പറയത്തില്ല, നമ്മളെ കട്ടിൽ കൊള്ളൂല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അതിന് വരെ ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഇത് വെച്ച് കുറച്ചും കൂടി ഒന്ന് ബലമാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി അത് ചാടി ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പർട്ടി ഓണേഴ്സിന് വേണ്ടി, ഇത് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ മദ്യത്തിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യാൻ പറയാനും പറ്റത്തില്ല. കാരണം എല്ലാവരും തന്നെ ആഘോഷിക്കാൻ വരുമ്പോൾ മദ്യം ഒരു ഘടകമായി വരുന്നുണ്ട്. എങ്കിലും ഒരു നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ പ്രോപ്പർട്ടി അധികം പോകാതെ ചെയ്യുക. പ്രോപ്പർട്ടി വന്ന് എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അതൊരിക്കലും ഗസ്റ്റിൻ്റെ ഭാഗത്തായിരിക്കില്ല, നമ്മുടെ ഭാഗത്തേക്കോട്ടായിരിക്കും പുറത്തേക്ക് വാർത്തകൾ പോകുന്ന ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ തന്നെ വേണമെങ്കിൽ വീഡിയോസ് ചെയ്യാവുന്നതാണ്. താങ്ക്